തൃശ്ശൂരിലേക്ക് ഒന്ന് പോവാം. MS ലിഷോയുണ്ട് തൃശ്ശൂരിൽ. ലിഷോ, ഈ കോർപ്പറേഷനിലേക്ക് ഇഞ്ചോടിഞ്ച് മത്സരം നടക്കും, BJP ഡിസൈഡിംഗ് ഫാക്ടർ ആവും എന്നൊക്കെ കേട്ടിരുന്നു. പക്ഷേ കോൺഗ്രസ് വലിയ ആധികാരികമായ വിജയമാണ് UDF തൃശ്ശൂർ കോർപ്പറേഷനിൽ നേടിയിരിക്കുന്നത്. 34 ഡിവിഷനുകൾ ജയിച്ചു കഴിഞ്ഞു. 11ഇടത്തിലേക്ക് LDF ഒതുങ്ങി, 8ഇടത്ത് NDA. അപ്രതീക്ഷിതമായ വലിയ ആഘാതം LDF ഉണ്ടായി. പക്ഷേ അതെ 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 അതേസമയം വടക്കാഞ്ചേരി, കുന്നംകുളം, കൊടുങ്ങല്ലൂർ അടക്കമുള്ള മുനിസിപ്പാലിറ്റികളിൽ കാര്യമായ മാറ്റമില്ലതാനും. മൊത്തത്തിൽ എങ്ങനെ വിലയിരുത്താം തൃശ്ശൂരിനെ? തൃശ്ശൂരിൽ എല്ലായിടത്തും ഒരു വലിയ പിന്നോട്ട് പോക്ക് LDF ഉണ്ടായിട്ടില്ല എന്നുള്ളത് LDF ആശ്വസിക്കാവുന്ന കാര്യമാണ്. പക്ഷേ ഏറ്റവും അധികം ചർച്ചയായ തൃശ്ശൂർ കോർപ്പറേഷനിൽ വലിയ ഭൂരിപക്ഷം അല്ലെങ്കിൽ വലിയ ഒരു വിജയത്തിലേക്കാണ് ഇപ്പോൾ UDF പോയിക്കൊണ്ടിരിക്കുന്നത്. 30 സീറ്റിലധികം വിജയിക്കുക, അതായത് 32 സീറ്റിലധികം വിജയിക്കുക എന്ന് പറയുന്നത് UDF സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത അത്രയ്ക്കും ഉള്ള ഒരു വിജയം തന്നെയാണ്. 10 വർഷം ഭരണത്തിൽ നിന്ന് മാറി നിന്ന ശേഷം വീണ്ടും തിരികെ അതിശക്തമായി വരുന്നു എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി വ്യക്തമാക്കാനുണ്ട് അഭിലാഷ്. അതായത് അനിൽ അക്കരയെ മുൻനിർത്തി അടാട്ട് പഞ്ചായത്ത് പിടിക്കാനുള്ള ഒരു നീക്കം ഈ UDF ഭാഗത്തു നിന്ന് നടന്നിരുന്നു. പക്ഷേ അത് വളരെയധികം അത് കൃത്യമല്ലായിരുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് ഉണ്ടായിരിക്കുന്നു. അതായത് 6 വാർഡുകളിൽ നിലവിൽ LDF ആണ് അടാട്ട് പഞ്ചായത്തിൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. 4 വാർഡുകളിൽ മാത്രമാണ് UDF മുന്നിട്ട് നിൽക്കുന്നത്. അനിലക്കര എനിക്ക് കുറച്ചുകൂടി മെസ്സേജ് അയച്ചു, എന്റെ പോസ്റ്റൽ വോട്ട് 12 മണിക്ക് ഉണ്ടോ. അനിലക്കരയുടെ ആ വാർഡിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അനിലക്കരയുടെ വാർഡ് 15-ാം വാർഡാണ്. 12-ാം വാർഡ് വരെയാണ് ഇതുവരെ, 14-ാം വാർഡ് വരെയാണ് ഇപ്പോൾ വോട്ടെണ്ണൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. അടുത്തത് ഇനി എടുക്കാൻ പോകുന്നത് അനിലക്കര നിൽക്കുന്ന വാർഡ് 15-ാം വാർഡ്. അവിടെ